തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വയ്ക്കാൻ തന്നെ നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 3 വലിയ ഉരുളക്കിഴങ്ങ് ഇതേപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യരുത്, ഇതേപോലെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് 1-ാം പാലും 2-ാം പാലായിട്ട് വെവ്വേറെയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 2-ാം പാൽ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്, 1-ാം പാൽ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, വേപ്പിൻ്റെ ഇല, പച്ചമുളക്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി അത് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടി ചേർക്കുന്നത് വിനീഗറാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ കറികളിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമുക്കൊന്നിന് വിനീഗർ ചേർക്കാം, തക്കാളി ചേർക്കാം. പക്ഷേ ഈ കറിയിലേക്ക് നമുക്ക് വിനീഗർ തന്നെ ചേർക്കണം. തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളറ് മാറിപ്പോവും, ആ കറിയുടെ ടേസ്റ്റിന് നല്ല വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് വിനീഗർ ഇടുക. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും കടുക് എടുത്തിട്ടുണ്ട്. കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളകാണ്. അത് നമ്മൾ കറിയിലേക്ക് ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺകലം വെച്ചിട്ട് ചൂടാക്കുക. അത് മൺകലം ഉണ്ടെങ്കിൽ നമുക്ക് മൺകലത്തിൽ വെക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് മുരിച്ചിടുക. ഈ സവോളയ്ക്ക് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണ്. നമ്മുടെ സവോളയ്ക്ക് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. നമ്മൾ ഈ മൺകലത്തിൽ വെക്കണമെങ്കിൽ ഈ മൺകലം നന്നായിട്ട് ചൂടായിട്ട് ഇരിക്കും. അതായത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മല്ലിപ്പൊടി നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഗരം മസാല നമുക്ക് കറിയുടെ ഏറ്റവും അവസാനം ചേർക്കാം. നമ്മുടെ മസാലകളെല്ലാം ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറിയിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. വിനീഗറും ഗരം മസാലയും നമുക്ക് കറിയുടെ ഏറ്റവും അവസാനം ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. മൂടി വയ്ക്കാം. നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറി നമുക്ക് വേവിക്കാം. എന്നാൽ മാത്രമേ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കാം. നമ്മുടെ ഈ കറിയിലെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാലൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് വിനീഗർ ചേർക്കാം. നമ്മുടെ കറിയുടെ പുളിക്ക് അനുസരിച്ച് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം, എന്നിട്ട് പുളി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം.
നമുക്ക് പതുക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കറി കൂടുതൽ നേരിട്ട് തിളപ്പിക്കരുത്. ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാം. നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. ഈ ചുവന്നുള്ളിലേക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ചേർക്കാം. നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും, നല്ലൊരു സ്മെല്ലും കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു നുള്ളു മുളക് പൊടിയും ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. അത് ആ ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ വലിയ പീസായിട്ട് ഇടുന്നതിന് ഉരുളക്കിഴങ്ങ് ഒട്ടും ഉടഞ്ഞു പോയില്ല.